ചിരിയൊക്കെ ചിരിയൊന്നും വരുന്നുണ്ടോ? ഞാൻ ചിരിച്ച അജിച്ചേട്ടന്റെ പ്രശംസകൾ പറയുന്നത് നായിക പച്ച പിടിച്ചല്ലോ. നായിക പച്ച പിടിച്ചല്ലോ. നായിക പച്ച പിടിച്ചല്ലോ. രണ്ടൊരു ബ്ലാക്ക് രണ്ടൊരു വൈറ്റ്. എന്റെ ബൗൺസേഴ്സ് അതല്ല എന്റെ ആക്ച്വലി പറഞ്ഞതാണ്. നിങ്ങളൊക്കെ പടം കണ്ടോ? ഒന്ന് പോയി കാണണേ. ആൾക്കാരെ ഞങ്ങൾ പ്രതികരണം സിനിമയോ അല്ലല്ല ഇങ്ങനെ പ്രൊഫൈൽ ഇപ്പൊ ഞാനേ നമ്മുടെ മീഷോ എടുത്ത് നോക്കിയപ്പോ നമ്മൾ മറ്റുള്ള സിനിമകളിലേക്ക് കാണുമ്പോൾ നമുക്ക് അത്രയും നമ്മുടെ ഇതൊരു ഓറഞ്ചൊക്കെ പറയുകയും ചെയ്തു. നമ്മുടെ പടത്തിന്റെ രീതി വെച്ചിട്ട് നമ്മൾ കാശ് കൊടുത്ത് കയറ്റിയെന്നാലും പറയത്തില്ല. പോസിറ്റീവായ റെസ്പോൺസ് ആണ് വരുന്നത്. ഈ പറയുന്ന പോലെ ഇപ്പോൾ നാളെ സാറ്റർഡേ സൺഡേ മൺഡേ അവധിയാണ്. ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം നല്ല പോസിറ്റീവുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന എല്ലാവരും കൂടിയിട്ട് അവധി ദിവസങ്ങൾ ഫുൾ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് തിയേറ്ററിൽ കയറി ഒന്ന് കണ്ടൊന്ന് ഉഷാറാക്കിയാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ലൊരു ചിരിക്കാനുണ്ടെന്ന് എല്ലാവരും പറയും. നല്ലൊരു ചിരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ഇത്. അത് നമ്മൾ അത്ര പ്രതീക്ഷിക്കുന്നു. നല്ലതായിട്ട് കുറച്ച് ലൈറ്റ് ഹാർട്ടഡായിട്ട് രാവിലെ കുറച്ച് ഫാൻസുകാർ വന്നിട്ട് അതിലായിട്ട് പൊളിച്ചടിക്കുന്നൊക്കെ ചേട്ടൻ കുറെ കോമഡി ചേട്ടന്റെ കുറെ കോമഡി വർക്ക്. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ അല്ല നമുക്ക് ചിരിക്കാനുള്ള സാധനം പറഞ്ഞിട്ട് ചിരി കിട്ടിയില്ലെങ്കിലാണ് ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ കരയിപ്പിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ ആൾക്കാർ കരഞ്ഞില്ലെങ്കിലും വലിയ വിഷയമില്ല. ചിരിക്കാൻ നോക്കിയിട്ട് ചിരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ എണീറ്റ് പോടാന്നൊക്കെ പറയാം. സ്റ്റേജിൽ നിന്ന് കേട്ട ഹീറോകളുള്ള വിഷയമില്ല. എന്നാലും സിനിമയാകുമ്പോഴത്തേക്ക് ഈ പടത്തിനെ ഇത് കുറച്ചുകൂടെ തിരുവനന്തപുരം അങ്ങനെ കുറച്ചുകൂടെ കൂടുതലുള്ള സന്തോഷം. ഒരുപാട് പേര് മെസ്സേജ് പേഴ്സണൽ അയച്ച് ഒരുപാട് സന്തോഷം. സുഹൃത്തുക്കളാരെങ്കിലും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോവി വന്നുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം അങ്ങോട്ടുള്ള ഷൂട്ടിലൊക്കെ ആയിപ്പോയി. അപ്പം അവരാരും അല്ലെങ്കിൽ ഒന്നും കയറിയല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ അവരിപ്പോൾ എട്ടരയ്ക്ക് എത്തുമ്പോൾ ലുലുലും മിക്കവാറും പോയിട്ട് അങ്ങനെ ഒരു സപ്പോർട്ടും പരിപാടി. കാരണം കൊച്ചു പടവില്ലേ, വേറെ ആർട്ടിസ്റ്റ് പടവ് ആരും ഇല്ലല്ലോ. നമ്മളെ കണ്ടുപിടിക്കുക നിങ്ങളൊക്കെയല്ലേ ആർട്ടിസ്റ്റിന് വേറെ ആരും തിയേറ്ററിൽ വന്നേ ഉത്സവ പറഞ്ഞിട്ട് പരിപാടി തന്നെ ആളുമില്ല. പൈസ തിയേറ്ററിൽ ഓട്ടോ ഡ്രൈവറായിട്ട് വന്ന ബാഹു ചേട്ടൻ എപ്പോഴും സൈഡിലും എല്ലാവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞു സിനിമയാണ്. ഈ പ്രേക്ഷകർ വേണം സപ്പോർട്ട് അല്ല ആ മുഖം ഒന്ന് എല്ലാരും ഓർത്തു വെച്ചോ. അടുത്ത മാസം പൃഥ്വിരാജ് സ്ക്രീനിൽ ഓടിച്ചിരിക്കാൻ പോകുന്ന ആളായിരിക്കും. ഇതിലായിട്ട് കുട്ടികളൊക്കെ നല്ല ആ ക്യാരക്ടർ പിടിച്ചാൽ പുള്ളി നിൽക്കണമെന്നുണ്ട്. രാജുവേട്ടൻ ഇടിക്കേ നായകനും വില്ലനായി കഴിഞ്ഞാൽ ഇടിക്കണതിന്റെ കുഴപ്പമൊന്നുമില്ല അല്ലേ? പക്ഷെ നല്ല ക്യാരക്ടർ ആകെ 4 സീനിലേ ഉള്ളൂ. നിങ്ങൾ നമ്മളെ വിവാദ നായകനല്ല. കണ്ടിന്യൂസായിട്ട് കേരളമാണ്. രണ്ട് ഒരു വിഷയമല്ല. സാധാ ഒരു ഇന്റർവ്യൂ കൊടുത്ത ഒരു വിഷയത്തിലേക്ക് എത്തുന്നുണ്ട്. 2-3 വിഷയം. ഈ എയർ പോകുന്ന പറയുമ്പോൾ അതിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എയർ ആയി പറയാം. അതിനെ എഫക്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പറയേണ്ട സത്യങ്ങൾ പറഞ്ഞ് രണ്ട് രീതിയിലും ആൾക്കാർ റിയാക്ട് ചെയ്യും. പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ. സത്യം നമുക്കറിയാം. ട്രെൻഡിങ് അതാണ് പുതിയ ട്രെൻഡിങ്. ഇതിനകത്ത് ഈ സ്റ്റാർ മാജിക്കിന്റെ ഫാൻസും യൂപ്പുമുളകിലെ ഫാൻസും കണ്ടാൽ മതി പടം വിജയിക്കും. ഞാൻ ഒരു 2 ലക്ഷം ബർത്ത്ഡേ വിഷ് വെഡിങ് ആനിവേഴ്സറി അയച്ചിട്ടുണ്ട്. അവരെ മാത്രം കണ്ട ഈ പടം മറ്റേ ഇതാണ് സൂപ്പർ ഹിറ്റാണ്. അവര് പോലും പോയി കാണുന്നതാണ് സത്യം. ഡെയിലി ഞാൻ ബർത്ത്ഡേ വിഷ് വെഡിങ് ആനിവേഴ്സറി ഒക്കെ പറഞ്ഞ സുഹൃത്തുക്കളെ നിങ്ങൾ മാത്രം പോയി കണ്ടാൽ ഞാൻ പറഞ്ഞു ഇത് പടം ഇറങ്ങിയപ്പോൾ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ആ സൈഡിൽ കൊടുക്കണം എല്ലാവരും. അവർ കണ്ടാൽ പോലെ പടം